എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രുതി ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ. ഈ സമയത്താണ് ശ്രുതി കോൾ ചെയ്യുന്നത്. അപ്പൊ ശ്രുതിയുടെ കോൾ വന്നപ്പോ ഉടനെ തന്നെ ശ്രുതി ഫോൺ എടുക്കണം. എന്താ ശ്രുതി പറഞ്ഞോളാൻ പറയണം. അല്ല എന്തെടുക്കുമായിരുന്നു ശ്രുതി, ശ്രുതിക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി ഒന്നും മിണ്ടിയില്ല. പിന്നീട് വീണ്ടും ശ്രുതി ഈ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. അവൻ അതിനും ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. അതെന്താ ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ശ്രുതിക്ക് സുഖമാണെന്ന് ഞാൻ ചോദിച്ചത്. അല്ല ഇപ്പൊ സുഖമാണെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ എന്താ അതിന് മറുപടി പറയണേ എന്ന് ചോദിക്കണം. അതെന്താ സുഖമാണേ സുഖമാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ശ്രുതി പറഞ്ഞു ഒരു സുഖം കൂടുതലും ഇല്ല സുഖ കുറവില്ല എന്ന് പറയണേ. അതെന്താ അങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ ഞാൻ എന്താ മറുപടി പറയണേ, ശ്രുതിക്ക് അറിയാലോ എന്റെ അവസ്ഥ എന്താന്ന്. ഇപ്പോഴത്തെ ഒരു ജോലിയില്ല ഒന്നുമില്ല, ഞാൻ ഈ വീട്ടിലിരിക്കുമല്ലേ, ആകെപ്പാടെ ഒരൊറ്റപ്പെട്ട അവസ്ഥയാന്ന് പറയണേ. ഫോൺ ചെയ്യാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ, സംസാരിക്കാനോ ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സമതല തെറ്റിയിരിക്കുമെന്ന് പറയണം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാനിപ്പം വിളിച്ചില്ലേ, പിന്നെ ഞാൻ വിളിച്ചൊരു താങ്ക്സ് പറയാനാന്ന് പറയും. താങ്ക്സോ, എന്തിനാ താങ്ക്സ് പറയണേ? അല്ല കഴിഞ്ഞ ദിവസം എന്നെ രക്ഷിച്ചില്ലേ, എന്റെ ഭർത്താവാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ രക്ഷിച്ചില്ലേ, അതിപ്പിന്നെ ആ പിയയുടെ ശല്യം ഉണ്ടായില്ലെന്ന് പറയാം. അതാണോ കാര്യം, അത് അവിടെ കൊണ്ട് കഴിഞ്ഞെന്ന് പറയാം. എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ച സമ്മാനമൊക്കെ വാങ്ങിയതല്ലേ എന്ന് ചോദിക്കണം. അതൊക്കെ നമ്മുടെ ലക്ക് കൊണ്ട് കിട്ടിയതാണോ എന്ന് പറയണേ. പിന്നെ അങ്ങനെ പറയരുത് ലക്കം കൊണ്ടാന്ന്. അവിടെ എത്ര ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെന്ന് നമുക്കല്ലേ സമ്മാനം കിട്ടിയത്. അതിനർത്ഥം എന്താ, നമ്മൾ തമ്മിൽ അത്ര മനപ്പൊരുത്തമുണ്ട്, അതാന്ന് പറയണത്. ശരി സമ്മതിച്ചു. അപ്പൊ ഇതിന് താങ്ക്സ് പറയാനാണോ താനിപ്പോ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അതല്ല, എനിക്ക് സുധീനെ ഒന്ന് കാണണമെന്ന് പറയാ. എന്തിനാ കാണുന്നേ? എനിക്കൊരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറയും. ഗിഫ്റ്റോ, അതൊക്കെ എന്തിനാ? അതൊക്കെ ഞാൻ പറയാം, എന്നെ രക്ഷിച്ചല്ലേ സുധി, അപ്പൊ എനിക്ക് സുധീനെ നേരിട്ട് കാണണം. എപ്പൊ എന്റെ അടുത്തേക്കൊന്ന് വരുമോ എന്ന് ചോദിക്കണം. ആലോചിച്ചിട്ട് സുധി പറഞ്ഞു ശരി വരാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രവീന്ദ്രൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് പോവാണ്. സച്ചിയുടെയും രേവതിയുടെയും വഴക്കുകളെ കുറിച്ചൊക്കെ. അതൊക്കെയായിരുന്നു മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ ആലോചിച്ച് പോയി കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ അടുത്തൂടെ വന്നേ. പക്ഷെ അതൊന്നും രവീന്ദ്രൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് അശോകൻ രവീന്ദ്ര എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും രവീന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുവാണ്. അല്ല രവീന്ദ്രൻ സോറി, അശോകൻ അങ്ങോട്ട് വരുവാണ്. അശോകൻ അങ്ങ് വന്നിട്ട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് എന്ത് ചിന്തിച്ചാ നടക്കുന്നേ, നീ ഇത് എവിടെ നോക്കിയാ നടക്കണേന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അശോകനോ, നീ എന്താ ഇവിടെ? ഞാൻ എത്ര വട്ടം വിളിച്ചാ ഓട്ടോയ്ക്കകത്ത് ഇരുന്നിട്ട് നീ വല്ലതും കേട്ടോന്ന് ചോദിക്കുകയാണ്. നീ എന്ത് ചിന്തിച്ചാ എന്റെ രവി നടക്കണേന്ന് ചോദിക്കുകയാണ്. എനിക്കാണോ ചിന്തിക്കാനില്ലാത്തെന്ന് ചോദിക്കുകയാണ്. അതെന്താ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച്? റിട്ടയർ ആയി കഴിയുമ്പോൾ എങ്ങനെ മനസമാധാനത്തോടു കൂടി മക്കളുടെ മരുമക്കളുടെ കൂടെയൊക്കെ കഴിയാന്നോർത്താ ആ പ്രതീക്ഷകളെല്ലാം നശിച്ചു പോയെന്ന് പറയും. നിനക്കിപ്പോ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എന്നാ പറ്റാനേ ഇത് കൂടെ, ഒരുത്തനാണ് എന്നെ പറ്റിച്ചുള്ള പൈസയും കൊണ്ട് പോയി, അടുത്തവനാണ്ടെ ഒന്ന് കല്യാണം കഴിപ്പിച്ചു, ഇപ്പൊ അതിന്റെ വേദന എനിക്ക്. അവനും അവളും എപ്പോ നോക്കിയാലും വഴക്കാന്ന് പറയാണ്. വഴക്കോ? സച്ചി വഴക്കുണ്ടാക്കുന്നോ? നിനക്ക് ആള് മാറിപ്പോയി. എടാ എനിക്ക് എന്റെ മോനെ കുറിച്ച് അറിയത്തില്ലേ, നിനക്കറിയാൻ പാടില്ലാത്ത കുറച്ച് ദിവസങ്ങളായിട്ട് അവർ തമ്മിൽ എപ്പോഴും വഴക്കാന്ന് പറയണം. അല്ല വഴക്കിന് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ, അവന് അവളുടെ വീട്ടിൽ നിന്ന് ഒരു മാല കൊടുത്തായിരുന്നു, അത് അവൻ പണയം വെച്ച് കള്ളു കുടിച്ചെന്ന് പറഞ്ഞോളൂ വഴക്കുണ്ടാക്കണേ. പെട്ടെന്ന് രവീന്ദ്രനോട് മാശോൻ പറഞ്ഞേ, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവല്ല, അവൻ നല്ലവനാ, നീ എപ്പോഴും അവനെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? നീ അങ്ങനെയൊന്നും ചിന്തിക്കുക വേണ്ട കേട്ടോ, ഒരു കാരണവശാൽ നീ സച്ചിനെ തള്ളിപ്പറയല്ലേ, അവനെ കൈവിടുകയും ചെയ്യരുത് എന്ന് പറയണം. അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറയാനുള്ളതങ്ങ് പറഞ്ഞോളൂ, എനിക്ക് സച്ചിനെ അറിയാലോ, നിനക്കും അറിയാം, പിന്നെ നീ എന്തിനാണ് എങ്ങനെയൊക്കെ അവനെ തെറ്റിദ്ധരിക്കുന്നേ? അവൻ ആ മാല പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമെന്ന് പറയാണ്. നീ ഇന്നത്തെ സങ്കടപ്പെടണ്ടെന്ന് പറയണേ. പിന്നെ അങ്ങനെ ചോദിച്ചപ്പോ, അല്ല നിന്റെ ഭാര്യ എങ്ങനെയുണ്ട്, ബിന്ദുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. ഭാര്യയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലടാന്ന് പറയണ. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നാളെയും നാളത്തെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവുമെന്ന് പറയണേ. ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്ന വഴിയാണ്, വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാന്നോർത്ത് പോയതാ, ആ സമയത്താ നിന്നെ കണ്ടേന്ന് പറയാം. സാരമില്ല, ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വന്നോളാം, ഹോസ്പിറ്റലിൽ വരാൻ പോലും പറ്റിയില്ല, വിഷമം കൊണ്ടായിരുന്നു. നീ എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചപ്പോൾ എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ, അതിന്റെ സങ്കടം ഉണ്ടായിരുന്നു പറയാം. അതോർത്താണ് നിനക്ക് വിഷമം, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. ആ കൃത്യസമയത്ത് തന്നെ ദേവദൂതനെ പോലെ ഒരാളെത്തി എനിക്ക് കുറച്ച് പൈസ തന്നു, അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നു, അല്ലെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ അവൾ ഉണ്ടാവില്ല എന്ന് പറയണം. അശോകന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വരിക. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സമാധാനമായത്, ഞാനല്ലെങ്കിൽ ആരാണെങ്കിലും നിന്നെ സഹായിച്ചല്ലോ, നിന്റെ നല്ല മനസ്സാ, അതുകൊണ്ടാ നിന്നെ സഹായിക്കാനായിട്ട് ദേവദൂതനെ പോലെ ആരും
ആണെങ്കിലും വന്നത്, അവർക്ക് 100 പുണ്യം കിട്ടുമെന്നൊക്കെ പറയാണ്. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചു അശോകൻ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും ശ്രുതിയും കൂടെ ഒരു ഹോട്ടലിലേക്ക് വരുമായിരുന്നു. ഈ സമയത്താണെങ്കിൽ അവിടെ മീര ഉണ്ടായിരുന്നു. മീരേനെ കണ്ടപ്പോൾ തന്നെ ശ്രുതി ചോദിച്ചു, നീ എവിടെ പോയാലും ഉണ്ടല്ലോ, കൊള്ളാലോന്ന് പറഞ്ഞു. അത് പിന്നെ ഞാനിവിടെ വരെ കയറി ഫുഡ് കഴിക്കാൻ വന്നത്. ശരി, നടക്കട്ടെ എന്ന് പറയാണ്. അല്ല, എന്താ രണ്ടുപേരും കൂടെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണെന്ന് ചോദിക്കും. അല്ല, ഞങ്ങൾ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു, ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ പോയി, പിന്നീട് ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് ആവാന്ന് വിചാരിച്ചു. അങ്ങനെ വരട്ടെ. പിന്നീട് ശ്രുതി പറഞ്ഞു, ഇതെന്റെ റൂംമേറ്റാ മീര എന്ന് പറയണ. അപ്പൊ മീര ചോദിച്ചു, അല്ല ഇങ്ങേരുടെ പേരെന്താ, വലിയ പുള്ളിയാണല്ലോ എന്ന് പറയാണ്. എൻ്റെ പേര് സുധീന്ദ്രനാ. മനസ്സിലായി. ഇവൾ എപ്പോഴും റൂമിൽ പറയും, ഇവൾക്ക് എപ്പോഴും ഇപ്പം ചോദിച്ചാൽ സുധി സുധി എന്നൊരു പേര് മാത്രം റൂമിൽ കേൾക്കാനുള്ളതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ സുധി അങ്ങോട്ട് ചിരിക്കുവാണ്. ഇത് പിന്നീട് ശ്രുതി പറയാം, അതെ നീ കൂടുതൽ ഇവിടെ കിടന്ന് പറയണ്ട, എത്രയും ഇവിടെ സ്ഥലം കാലിയാക്കാൻ നോക്ക്, നിനക്ക് എന്തോ ധൃതി ഉണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കണം. അതേടി എനിക്ക് മനസ്സിലായി, ഇപ്പൊ എന്നെ ഇവിടെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുവാണല്ലേ, വൈകുന്നേരം റൂമിലേക്ക് വാ, ഞാൻ കാണിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീര ശരി സുധി പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് ഇങ്ങനെ ഓരോന്ന കാര്യത്തെ കൂടി ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രുതിയുടെ മുഖം ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നപ്പോൾ ശ്രുതി വെച്ച് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുക? ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നെ ശ്രുതി പറഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഒന്നല്ലേ, അതുകൊണ്ടല്ലേ അന്ന് നമുക്ക് ആ പ്രൈസ് കിട്ടിയത്. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് ശ്രുതിയുടെ ഇഷ്ടങ്ങളും, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എൻ്റെ, അതുപോലെ തന്നെ ഒരുമാതിരി എല്ലാ ഇഷ്ടങ്ങളും അതെ. പക്ഷെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മണം ഏതാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച്, ഇഷ്ടപ്പെട്ട മണം എന്ന് ചോദിച്ചാൽ ചിലർ പറയും എനിക്ക് ആ മണമോ ഈ മണമോ കടുക് വറുത്തൻ്റെ മണമോ അങ്ങനത്തെ മണമോ മുല്ലപ്പൂവിൻ്റെ മണമൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല, നല്ല പുത്തൻ നോട്ടുകെട്ടുകളുണ്ടല്ലോ അതിൻ്റെ മണം എന്നെ മത്ത് പിടിപ്പിക്കുന്നത് പറയാണ്. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, കൊള്ളാം, നമ്മളൊരു ഒരേ വേവിലെന്താണല്ലോ, എനിക്കും അത് തന്നെ നോട്ടിൻ്റെ മണമാണ് ഇഷ്ടം. ശ്രുതി പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നോട്ടുകെട്ടുകൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമല്ല ശ്രുതി, നിനക്കറിയാവോ, നോട്ടുണ്ടെങ്കിലും മനുഷ്യന് വിലയുള്ളൂ, പണം കയ്യിലുണ്ടെങ്കിൽ പണത്തിന്റെ മീതെ പരുന്നും പറക്കില്ല എന്നല്ലേ പറയുന്നത്, പണമില്ലെങ്കിൽ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പണം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ഈ പണമൊക്കെ കുറെ ശ്രുതിയുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, അങ്ങനെ കുറെ പണം ഉണ്ടായിട്ടും ശ്രുതിനെ നോക്കാനായിട്ട്, ശ്രുതിനെ കെയർ ചെയ്യാനായിട്ട്, ശ്രുതിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആരും കൂടെ ഇല്ലെങ്കിൽ ശ്രുതി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ ഓരോ നിമിഷം ആലോചിച്ചിട്ടിരിക്കുക. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, എപ്പോഴും വേണം അങ്ങനെയുള്ള പാർട്ട്ണർ നമ്മുടെ കൂടെ വേണം, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഒരാൾ കൂടെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞു, ശരിയാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന സച്ചിനെയാണ്. സച്ചിൻ നേരെ ഫിനാൻസ് കമ്പനിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ സച്ചിനെ കണ്ട പുള്ളിക്കാരൻ എന്താ ഈ വഴിയൊക്കെ, അല്ല സച്ചി ഈ തവണത്തെ ഡ്യൂ ഒക്കെ അടച്ചാണല്ലോ എന്ന് ചോദിക്കുവാണ്. അതൊക്കെ അടച്ചാലല്ലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് അയാൾക്കൊരു കോള് വരുന്നേ. അയാൾ കോളെടുത്ത് സംസാരിക്കുകയാണ്. ആണോ, പൈസ തന്നില്ലേ, ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി അങ്ങോട്ട് കൊടുത്തു വിട്ടേരെ മോനെ, ആ പൈസ തിരിച്ചു തന്നീമ്പത്തേനും ആ വണ്ടി അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറയാണ്. എന്നിട്ട് ഫോൺ വെക്കോ, ഓരോരുത്തന്മാരിങ്ങനെയാ കയ്യെ കാലെ പിടിച്ച് പൈസ മേടിച്ചോണ്ടോ, പിന്നീട് CC അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നുമ്പോൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴത്തേനുമാണ് അവന്മാര് വണ്ടി കൊടുക്കില്ല, പിന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാന്ന് പറയാം. അല്ല സച്ചി എന്തിനാ ഇപ്പം വന്നേന്ന് ചോദിക്കുകയാണ്. സാർ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയാം. പൈസയോ, അല്ല പണയം വെക്കാൻ എന്താ, വണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. വണ്ടി ഒന്നുമില്ല, പിന്നെ എങ്ങനെയാ തരുന്നേ, അല്ല മുമ്പത്തെ എൻ്റെ ലോൺ ഉണ്ടല്ലോ, ആ ലോൺ ഒന്ന് ടോപ്പപ്പ് ചെയ്ത് തന്നാൽ മതി എന്ന് പറയണം. അതിപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല സാറേ സഹായിച്ചേ പറ്റുള്ളൂ, അല്ല എത്ര രൂപ വേണ്ടേ, ഒരു 75,000 രൂപ വേണമെന്ന് പറയണം. 75,000 രൂപ, ശരി എന്തേലും ആട്ടെ, പിന്നെ മുടങ്ങരുത്, പലിശ ഇച്ചിരി കൂടുതലാണ് ടോപ്പപ്പ് ചെയ്തെടുക്കുമ്പോൾ അറിയാലോ, അതൊന്നും ഒരു കുഴപ്പമില്ല സാറേ, അതെല്ലാം കൃത്യമായിട്ട് ഞാൻ തന്നോളാന്ന് പറയണം. ഇത് അത്രയ്ക്ക് അർജന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചോദിച്ചേ, അല്ലെങ്കിൽ ഞാനിത് ചോദിക്കില്ലായിരുന്നു പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 75,000 രൂപ സച്ചിക്ക് കൊടുക്കുകയാണ്. സച്ചി അതൊക്കെ മേടിച്ച് നേരെ പണയം എടുക്കാനായിട്ട് പോകണം. എത്രയും പെട്ടെന്ന് രേവതിയുടെ മാല എടുത്ത് കൊടുക്കണം. ആ ഒരു ഇത് മാത്രമായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.